ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് സെമസ്റ്ററിലെ പെഡഗോഗി സബ്ജക്റ്റാണ്, അഥവാ പെഡഗോഗി പാർട്ട് 2 എന്ന് പറയും. ഈ സെക്കൻഡ് സെമസ്റ്ററിലെ പെഡഗോഗി പാർട്ട് 2-ൽ 5 യൂണിറ്റുകൾ എന്ന് പറയുന്നത് പെഡഗോഗിക്കൽ അനാലിസിസ്, ടീച്ചിങ് മോഡൽസ്, ഇത് രണ്ടുമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് ആൻഡ് കൺട്രോൾഡ് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയും. ഏതാണ്? ആക്ടിവിറ്റി ബേസ്ഡ് ആൻഡ് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ. മറ്റ് യൂണിറ്റുകൾ എന്ന് പറയുന്നത് ലേണിംഗ് റിസോഴ്സസ് ആൻഡ് ലാസ്റ്റ് വൺ അസസ്മെൻറ്റ് ഇൻ പെഡഗോഗി ഓഫ് ദി സബ്ജക്ട്സ്. സോ തേർഡ് യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സോ നമുക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ആൻഡ് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷനിൽ പ്രധാനമായിട്ടും 2 മേഖലയാണ് നമ്മൾ പഠിക്കുന്നത്. അത് നമ്മൾ ആ യൂണിറ്റിൽ പറഞ്ഞ മേഖല തന്നെയാണ്. ഒന്ന് ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്നും പറയും, രണ്ടാമത്തേത് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ എന്നും പറയും. 2 തരത്തിലുള്ള ഇൻസ്ട്രക്ഷനാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒന്ന് ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷനും 2 ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷനും. എന്താണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടീച്ചിങ്ങിനെ തന്നെയാണ് ഇൻസ്ട്രക്ഷൻ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. സോ ഫസ്റ്റ് വൺ, ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷനിൽ പ്രധാനമായിട്ടും ആവർത്തിച്ച് ചോദിക്കുന്ന ടൈപ്സുകളാണ്. അതായത് ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്, ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. സോ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഇൻസ്ട്രക്ഷൻ ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ്, ക്ലാസിഫിക്കേഷൻ ഇൻസ്ട്രക്ഷൻ ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ്. പിന്നെ രണ്ടാമത്തെ ഏരിയ, അതിൽ ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷനിലെ രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് മെറിറ്റ്സ് ഇൻസ്ട്രക്ഷൻ ഓഫ് ആക്ടിവിറ്റി ബേസ്ഡും പ്രിക്വേഷൻസ് ഇൻ ഓർഗനൈസിങ് ആക്ടിവിറ്റി ബേസ്ഡും. സോ പിന്നെ ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷനിലെ 3 ഏരിയകളാണ് നമ്മൾക്ക് സബ്ബായിട്ട് എടുത്ത് പഠിക്കാൻ. ഒന്ന് ക്ലാസിഫിക്കേഷൻ, മറ്റൊന്ന് മെറിറ്റ്സ്, മറ്റൊന്ന് പ്രിക്വേഷൻസ്. അതിൽ ക്ലാസിഫിക്കേഷനാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത്. ഈ ക്ലാസിഫിക്കേഷൻ, ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷനിലെ ക്ലാസിഫിക്കേഷൻ പലപ്പോഴായിട്ട് ആവർത്തിച്ച് എസ്സേയിൽ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഈ 6 തന്നെയാണ് നിങ്ങൾ എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ റോൾ പ്ലേ എന്ന് പറയും, രണ്ടാമത് സിമുലേഷൻ എന്ന് പറയും, മൂന്നാമത്തെ ഇൻസിഡൻറ്റ് മെത്തേഡ്, നാലാമത്തത് കേസ് സ്റ്റഡി മെത്തേഡ്, അഞ്ചാമത്തത് ഗെയിംസ്, ആറാമത്തത് പ്രിയോറിറ്റൈസേഷൻ എക്സസൈസസ് എന്ന് പറയും. അപ്പോൾ ഈ 6 ക്ലാസിഫിക്കേഷൻ ഇൻസ്ട്രക്ഷൻ ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷനിലെ 6 ടൈപ്സ് അല്ലെങ്കിൽ 6 ക്ലാസിഫിക്കേഷൻ നിർബന്ധമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അവ ഓരോന്നും 1 by 1 ആയിട്ട് അതിൻ്റെ സബ് പോയിന്റ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എസ്സേ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ വരും ക്ലാസ്സുകളിൽ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ യൂണിറ്റിലെ രണ്ടാമത്തെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ ആണ്. ഈ ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷനിൽ വരുന്ന മറ്റു പോയിന്റ്സുകൾ എന്ന് പറയുന്നത്, സബ് പോയിന്റ്സുകൾ എന്ന് പറയുന്നത് കോൺസെപ്റ്റും ഡെഫിനിഷനും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തത് പ്രധാനപ്പെട്ട ഏരിയ ആണ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ. ഈ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷനിൽ പ്രധാനമായിട്ടും 4 ടൈപ്സുകളാണ് എടുത്തു പറയുന്നത്. ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻ എന്നും പറയും, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ടീം വർക്ക് എന്നും പറയും. ഇതാണ് ബേസിക് ആയിട്ടുള്ള 2 ടൈപ്പ്. അതിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ വരുന്ന മറ്റു 2 ടൈപ്സുകളാണ് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷനും ഗ്രൂപ്പ് പ്രോജക്ട്സും എന്ന് പറയുന്നത്. സോ ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ അണ്ടറിൽ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എസ്ഐയിൽ ഈ 4 ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ സബ് പോയിന്റ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എസ്ഐ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻസും, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ് ടീം വർക്കും, ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷനും ഗ്രൂപ്പ് പ്രൊജക്ട്സുമാണ്. സോ ഈ കണ്ടൻറ്റ് എല്ലാവരും നിർബന്ധമായിട്ടും ആദ്യമേ ബൈഹാർട്ട് ചെയ്യുക, കാര്യങ്ങൾ പഠിച്ചു വെക്കുക, ഓരോന്നും ഏതിൻ്റെ കൺട്രോൾ വരുന്നതാണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു സ്ക്രീനിലുള്ള കാര്യം മാത്രം നിങ്ങൾ എക്സാമിന് മുൻപേ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങളുടേതായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എസ്സേ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. എന്നിരുന്നാൽ കൂടി ഞാൻ തരുന്ന നോട്ട്സുകളും അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ക്ലാസ്സുകളും ഒരു തവണയെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് കണ്ട് നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. സോ എന്താണ് ആക്ടിവിറ്റി ബേസ്ഡ് ആൻഡ് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്? കോൺസെപ്റ്റ് ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ. ഫസ്റ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ്റെ കോൺസെപ്റ്റാണ്. ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ ഈസ് വൺ ഓഫ് ദി ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2 ടൈപ്പ് ഓഫ് ടീച്ചിങ് മെത്തേഡുകളുണ്ട്. ഒന്ന് ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡും മറ്റൊന്ന് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് മെത്തേഡും. അപ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ് ആണെന്നുള്ളത് ആദ്യം നമ്മൾ നോട്ട് ചെയ്യണം. ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഓൾഡ് ബേസ്ഡ് ആയിട്ടുള്ള മെത്തേഡാണ്. എന്നാൽ ഇപ്പോഴും നിലവിലെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡ് കൂടിയാണ് ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു ലെക്ചറിംഗ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ്. മറ്റേത് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ കൊണ്ട് ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ടീച്ചിങ്
കൺസ്ട്രക്ട് ചെയ്യുക, അതായത് നോളജിനെ കൺസ്ട്രക്ട് ചെയ്യുക. കൊഗ്നിറ്റീവ് കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ സോഷ്യൽ കൺസ്ട്രക്ഷനും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൺസ്ട്രക്റ്റീവ് മെത്തേഡാണ് ഏതിൽ വരുന്നത്? സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് മെത്തേഡിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ ഒരു ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡാണ്. ത്രൂ ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ ക്യാൻ പ്രൊവൈഡ് വാല്യുബിൾ എക്സ്പീരിയൻസ് ടു സ്റ്റുഡൻസ് ആൻഡ് മേക്ക് ലേണിംഗ് എ പ്ലസൻറ്റ് ആൻഡ് ലാസ്റ്റിംഗ് എക്സ്പീരിയൻസസ്. അതായത് വാല്യുബിൾ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാനും അതേപോലെ തന്നെ ആ നേടിയിട്ടുള്ള അറിവുകൾ കാലങ്ങളായിട്ട് കാത്തു സൂക്ഷിക്കാനും അല്ലെങ്കിൽ മെമ്മറി സൂക്ഷിക്കാനും അല്ലെങ്കിൽ വരും ഫീൽഡിൽ അത് യൂസ് ചെയ്യാനും കൂടി ഈ നോളജിനെ സപ്പോർട്ടാവുന്നു. ദെൻ നെക്സ്റ്റ് വൺ, ദ യൂസ് ഓഫ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദി ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഈസ് ആൻ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ. വളരെ പ്രധാനപ്പെട്ട ഫീച്ചർ ഏതിൻ്റെ? ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഒരു കുട്ടികളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ്. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് ആക്റ്റീവ് ബേസ്ഡ് ഇൻസ്ട്രക്ഷനിൽ എടുത്ത് പറയുന്നത്. എ ലേണിംഗ് ടീച്ചിങ് സിറ്റുവേഷൻ വിച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പാർട്ടിസിപ്പേഷൻ ഓൺ ദി പാർട്ട് ഓഫ് ദി സ്റ്റുഡൻസ് മേ ബി കോൾഡ് ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ എങ്ങനെ ഇരിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷന് ആ പേര് തന്നെ നൽകുന്നത്. അതായത് പാർട്ടിസിപ്പേഷൻ ഓൺ ദി പാർട്ട് ഓഫ് ദി സ്റ്റുഡൻസ്, കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള പാർട്ടിസിപ്പേഷൻ എങ്ങനെയുണ്ട് അതിനനുസരിച്ചാണ് ഈ ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷന് പേര് തന്നെ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനെയാണ് ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് അല്ലെങ്കിൽ ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് നിങ്ങൾ കറക്റ്റ് ഇനീഷ്യലി മനസ്സിലാക്കുക. എന്നിട്ട് അതിനുശേഷം ടൈപ്സിൻ്റെ കാര്യങ്ങളിലേക്ക് എത്തുക. അതിൽ നമ്മൾ 6ഓളം ടൈപ്സുകൾ നമ്മൾ ആദ്യമേ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 6ഓളം ടൈപ്സ് എന്ന് പറയുന്നത് റോൾ പ്ലേ, സിമുലേഷൻ, ഇൻസിഡൻറ്റ് മെത്തേഡ്, കേസ് സ്റ്റഡി മെത്തേഡ്, ഗെയിംസ് ആൻഡ് പ്രിയോറിറ്റൈസേഷൻ എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ആ 6എണ്ണത്തിനെ നമ്മൾ ജനറലായിട്ട് 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ഇൻസ്ട്രക്ഷൻ എന്നും പറയും, 2 ടീച്ചർ സെൻറ്റേർഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 6 ടൈപ്സ് എന്ന് പറയുന്നത് ടീച്ചർ സെൻറ്റേർഡ് ഇൻസ്ട്രക്ഷൻ ആണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ടീച്ചർ സെൻറ്റേർഡ് ഇൻസ്ട്രക്ഷൻ ആണെന്നാണ് പറഞ്ഞത്. അതിൽ തന്നെ ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ഇൻസ്ട്രക്ഷനും ഉണ്ട്, അതേപോലെ തന്നെ ടീച്ചർ സെൻറ്റേർഡ് ഇൻസ്ട്രക്ഷനും ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്സ് ജനറൽ ക്ലാസിഫിക്കേഷൻ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ഇൻസ്ട്രക്ഷൻ എന്നും പറയുന്നുണ്ട്, ടീച്ചർ സെൻറ്റേർഡ് ഇൻസ്ട്രക്ഷൻ എന്നും പറയുന്നുണ്ട്. ആ ജനറൽ ക്ലാസിഫിക്കേഷനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ വരുന്നത്. അതിൽ ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ടീച്ചർ സെൻറ്റേർഡ് ഇൻസ്ട്രക്ഷൻ ആണെന്ന് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ആ ടീച്ചർ സെൻറ്റേർഡ് ഇൻസ്ട്രക്ഷൻ എന്താണ്? സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇൻ ദ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആക്ടിവിറ്റി അപ്രോച്ച് ദ സ്റ്റുഡൻസ് ആർ ഗിവൺ ഫ്രീഡം ടു ചൂസ് ദ പ്രോബ്ലം ആൻഡ് ദി സ്ട്രാറ്റജീസ് ടു സോൾവ് ദി പ്രോബ്ലം. അപ്പോൾ പ്രോബ്ലംസ് ചൂസ് ചെയ്യാനും ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനുള്ള സ്ട്രാറ്റജി ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ആർക്കാണുള്ളത്? കുട്ടികൾക്കാണുള്ളത്. ദെൻ ദ ടീച്ചേഴ്സ് ജോബ് ഈസ് ദാറ്റ് ഓഫ് എ ഗൈഡ് ഹെൽപ്പിംഗ് ദം ടു അറൈവ് അറ്റ് ദിസ് സൊല്യൂഷൻ. അപ്പോൾ ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് ഒരു സ്കഫോൾഡിംഗ് റോളാണ്, അല്ലെങ്കിൽ ഒരു ഗൈഡായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരു കൈത്താങ്ങായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ഇൻസ്ട്രക്ഷനിൽ ടീച്ചറുടെ റോളായിട്ട് എടുത്ത് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, ടീച്ചർ സെൻറ്റേർഡ് ഇൻസ്ട്രക്ഷൻ. Teacher centered instruction. In the teacher centered activity approach, the teacher acts not only as a guide but also as a planner and manager. പ്ലാനറായിട്ടും മാനേജറായിട്ടും അതേപോലെ തന്നെ ഗൈഡായിട്ടും ടീച്ചർ സെൻറ്റേർഡ് ഇൻസ്ട്രക്ഷനിൽ അധ്യാപകൻ ആക്ട് ചെയ്യുന്നു എന്നതാണ്. ദെൻ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ്. ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ്. ചെയ്തുകൊണ്ട് പഠിക്കുന്നതിനെ തന്നെയാണെന്ന് പറയുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ആ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിങ്ങിനെ തന്നെയാണ് ടീച്ചർ സെൻറ്റേർഡ് ഇൻസ്ട്രക്ഷൻ എന്നും പറയുന്നത്. ആസ് ഓപ്പോസിഡ് ടു ആസ്കിങ് കിഡ്സ് to simply listen and take notes, actively based learning encourages students to actively participate in their own learning experience through practical activities such as problem solving and independent investigation. അതായത് ഒരു പ്രൊജക്റ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെയ്യാനുള്ള ആക്ടിവിറ്റി കൊടുത്തുകൊണ്ടായിരിക്കും ആക്ടിവിറ്റി ബേസ്ഡ് ലേണിങ്ങിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവും? കുട്ടികളിൽ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ അതിലുണ്ടാവും. അതുകൂടാതെ തന്നെ കുട്ടികൾ തന്നെയായിരിക്കും കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുകയും അതുകൂടാതെ തന്നെ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതും കുട്ടികളുടെ ഭാഗത്തു നിന്ന് തന്നെയായിരിക്കും. അത്തരത്തിലുള്ളതിനെയാണെന്ന് പറയുന്നത് ആക്റ്റീവ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് ആക്റ്റീവ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്നും പറയുന്നത്. ഇത് എന്ന് പറയുന്നത് ടീച്ചർ സെൻറ്റേർഡ് ഇൻസ്ട്രക്ഷൻ ആണെന്നും കൂടി നിങ്ങൾ നോട്ട് ചെയ്യണം.
ദർ ആർ സെവറൽ ടൈപ്സ് ഓഫ് ടീച്ചർ ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്. അതിൽ നമ്മൾ കഴിഞ്ഞ നേരത്തെ ഡിസ്കസ് ചെയ്ത സംഭവങ്ങൾ തന്നെയാണ്. ഈ ടീച്ചർ സെൻറ്റേർഡ് ഇൻസ്ട്രക്ഷനെയാണ് ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും 6 ടൈപ്സുകളാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ റോൾ പ്ലേ, സെക്കൻഡ് വൺ സിമുലേഷൻ, തേർഡ് വൺ ഇൻസിഡൻറ്റ് മെത്തേഡ്, ഫോർത്ത് വൺ കേസ് സ്റ്റഡി മെത്തേഡ്, ഫിഫ്ത്ത് വൺ ഗെയിംസ്, ദെൻ സിക്സ്ത് വൺ പ്രയോറിറ്റൈസേഷൻ എക്സസൈസസ്. അപ്പോൾ ഇവ ഓരോന്നും എന്താണെന്ന് ഈ വേർഡുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അതിൻ്റെ അണ്ടറിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള പോയിൻറ്റ്സുകൾ ഏതൊക്കെയെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് ബൈഹാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എക്സാം ഹോളിൽ പോയിട്ട് നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഈ റോൾ പ്ലേ എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഇൻസിഡൻറ്റ് മെത്തേഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, കേസ് സ്റ്റഡി മെത്തേഡ് എന്താണെന്ന് അറിയാം, ഗെയിംസ് എന്താണെന്ന് അറിയാം, പ്രിയോറിറ്റൈസേഷൻ എക്സസൈസ് എന്താണെന്നും അറിയാം. പക്ഷേ സിമുലേഷൻ എന്താണെന്ന് നിങ്ങൾ ഒരു പക്ഷേ ഇനി ഫസ്റ്റ് കേൾക്കുന്ന വേർഡായിരിക്കും. സിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമിറ്റേഷൻ തന്നെയാണ്, ഒരു മോഡലിംഗ് തന്നെയാണ് എന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. സിമുലേഷൻ എന്ന് പറയുന്നത് ഒരു ഇമിറ്റേഷനാണ്, ഇമിറ്റേറ്റ് ചെയ്യുക, ഒരു മോഡൽ കാണിക്കുക. ഓക്കെ, അതിനെയാണെന്ന് പറയുന്നത് സിമുലേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവ ഓരോന്നിൻ്റെയും അണ്ടറിൽ വരുന്ന സബ് പോയിൻറ്റ്സുകൾ എന്തൊക്കെയെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ റോൾ പ്ലേ. റോൾ പ്ലേ എന്ന് പറയുന്നത് ഈസ് വൺ ഓഫ് ദി എഫക്റ്റീവ് മെത്തേഡ് ടു ലേൺ ആൻഡ് ഗെയിൻ എക്സ്പീരിയൻസസ്. കുട്ടികൾക്ക് കുട്ടികളുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് നേടാനും കാര്യങ്ങൾ പഠിക്കാനും കുട്ടികൾ ഒന്നിൻ്റെ റോള് ആക്ട് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. ആൻഡ് ഇൻഡിവിജ്വൽ ഈസ് ലൈക്ലി ടു റിമെമ്പർ ദെയർ പേഴ്സണൽ ഫീലിങ്സ് മോർ ഇൻറ്റൻസ്ലി ആൻഡ് ഫോർ എ ലോങ്ങർ പീരിയഡ് ഓഫ് ടൈം. അതായത് ഈ റോൾ പ്ലേ നടത്തുക വഴി കുട്ടികൾ സ്വയമേ തന്നെ ആ റോള് ആക്ട് ചെയ്യുന്നത് കൊണ്ട് അത് ലൈഫ് ലോങ് അല്ലെങ്കിൽ കൂടുതൽ കാലങ്ങളായിട്ട് അത് ഓർത്തു വെക്കാൻ വേണ്ടി കുട്ടികൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ദ റോൾ ഗെയിംസ് ഹെൽപ്സ് ടു അനലൈസ് ഹൗ പീപ്പിൾ ബിഹേവ് ഇൻ എ സർട്ടൺ സിറ്റുവേഷൻ, ഹൗ ടു ഇവാലുവേറ്റ് ആൻഡ് പ്രെഡിക്റ്റ് ദെയർ റിയാക്ഷൻസ്. ഇതൊക്കെ അതിൽ പോസിബിൾ ആണ്. ദെയർഫോർ ടു ഗെയിൻ ദ മാക്സിമം എഫക്റ്റ് ഫ്രം ദി റോൾ ഗെയിം, പ്രപ്പോസ്ഡ് സിറ്റുവേഷൻ ഷുഡ് ബി ആസ് ക്ലോസ് ടു റിയാലിറ്റി ആസ് പോസിബിൾ. അപ്പോൾ റോൾ പ്ലേ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു ഇൻസിഡൻറ്റ് കുട്ടികൾ സ്വയമേ ആക്ട് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അതിനെയാണ് റോൾ എന്ന് പറയുന്നത്, റോൾ പ്ലേ നടത്തുക എന്ന് പറയുന്നത്. അത് കുട്ടികൾക്ക് എക്സ്പീരിയൻസ് കൂട്ടുന്നു, ഓർമ്മയിൽ കൂടുതൽ കാലം സൂക്ഷിക്കാൻ കഴിയുന്നു. ഇനി ഇതിൻ്റെ അണ്ടറിൽ നമുക്ക് നോട്ട് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള 3 പോയിൻറ്റ്സുകളുണ്ട്. ഹൗ ടു കണ്ടക്ട് എ റോൾ പ്ലേയിങ് എക്സസൈസ്. ഇതിന് 3 സ്റ്റേജുകളാണ് എടുത്ത് പറയുന്നത്. ആ 3 സ്റ്റേജുകൾ നിങ്ങൾ എക്സാം ഷീറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് വൺ സെറ്റിംഗ് അപ്പ്, സെക്കൻഡ് വൺ ദ പ്ലേ സ്റ്റേജ്, തേർഡ് വൺ ദ ഫോളോ അപ്പ്. സെറ്റിംഗ് അപ്പ് ചെയ്യുക, അതേപോലെ തന്നെ പ്ലേ സ്റ്റേജിനെ കുറിച്ച് ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുക, അത് സെറ്റാക്കുക, അതേപോലെ തന്നെ ഫോളോ അപ്പ് നടത്തുക. ഈ 3 കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്? ഹൗ ടു കണ്ടക്ട് എ റോൾ പ്ലേയിങ് എക്സസൈസസ്. സോ റോൾ പ്ലേയിങ് എന്താണെന്നും റോൾ പ്ലേയിങ് എക്സസൈസിൻ്റെ സ്റ്റേജസ് എന്താണെന്നും അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് റോൾ പ്ലേ ആസ് എ ട്രെയിനിങ് ടെക്നിക്. ഈ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഈ ഒബ്ജക്റ്റീവ്സ് കൂടി നിങ്ങൾ പറയുക അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക വഴി റോൾ പ്ലേയിങ്ങിൻ്റെ ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ക്ലാരിറ്റി നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ജോബ്. അവർക്ക് ഏൽപ്പിച്ചിട്ടുള്ള ആ വർക്ക് എന്താണോ ആ വർക്കിൽ കൃത്യമായ മനസ്സിലാക്കലുകൾ നടക്കുന്നു. ദെൻ ഹാൻഡിൽ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. കറക്റ്റ് സിറ്റുവേഷൻ കുട്ടികൾക്ക് സ്വമേധയാ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള കഴിവ് കുട്ടികളിൽ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ആൻറ്റിസിപ്പേറ്റിംഗ് റിയാക്ഷൻ ഓഫ് അതർ പാർട്ടി. ഓപ്പോസിറ്റ് നിങ്ങളുടെ ആ റോൾ പ്ലേയിങ്ങിൽ മറ്റു കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ റിയാക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പ്രതികരിക്കാൻ കുട്ടികളെ കൊണ്ട് കഴിയുന്നു. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് കമ്മ്യൂണിക്കേഷൻ, മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ലീഡർഷിപ്പ് ക്വാളിറ്റി. ഇതും അതിൽ സപ്പോർട്ടിംഗ് ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി മറ്റൊരു കുട്ടിയുമായിട്ടുള്ള ബന്ധത്തെ വളർത്താൻ വേണ്ടി ആ കുട്ടികൾ കൊണ്ട് കഴിയുന്നു. പരസ്പരം തമ്മിലുള്ള ബന്ധത്തെയാണെന്ന് പറയുന്നത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊവൈഡിങ് ആൻ ഇൻസൈറ്റ് ടു അണ്ടർസ്റ്റാൻഡിങ് ബിഹേവിയറൽ പാറ്റേൺസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ബിഹേവിയറൽ പാറ്റേൺസിനെ കുറിച്ച് ഒരു ക്ലാരിറ്റിയും കുട്ടികൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു. അപ്പോൾ മിനിമം ഇത്രയും ഒബ്ജക്റ്റീവ്സ് എങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് നിങ്ങൾ ഉണ്ടാക്കി എഴുതുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കിയതിൽ നിന്നും പോയിൻ്റ് ഔട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒബ്ജക്റ്റീവ്സ് ഓർ റോൾ പ്ലേ ആസ് എ ട്രെയിനിങ് ടെക്നിക്സ് എന്നുള്ള ആ ഒരു ഹെഡിങ് ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ ഫീച്ചേഴ്സ് ഓഫ് റോൾ പ്ലേ ആസ് എ ട്രെയിനിങ് മെത്തേഡ് ഫോർ ലേണിംഗ്. ട്രെയിനിങ് മെത്തേഡ്സിൻ്റെ ഫീച്ചേഴ്സ്, റോൾ പ്ലേയിങ്ങിലുള്ള ഫീച്ചേഴ്സ്. അതിൽ ലേണിംഗ് ബൈ ഡൂയിങ് ഒരു ഫീച്ചറാണ്, ലേണിംഗ് ത്രൂ ഇമിറ്റേഷൻ ഒരു ഫീച്ചറാണ്, ലേണിംഗ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് ഫീഡ്ബാക്ക്, ലേണിംഗ് ത്രൂ അനാലിസിസ് ആൻഡ് കോൺസെപ്ച്വലൈസേഷൻ.
ഓക്കെ, ഈ ഒരു 4 പോയിന്റ്സ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുവഴിയാണ് റോൾ പ്ലേ ആക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവിൻ്റെ ഭാഗമായി കൊണ്ടൊക്കെ ഇതെടുത്ത് പറയുന്നുണ്ട്. അതിൽ നടക്കുന്ന ആക്ടിവിറ്റീൻ്റെ ഭാഗമായിട്ടും ലേണിംഗ് ബൈ ഡൂയിങ്, ലേണിംഗ് ബൈ ഇമിറ്റേഷൻ, ലേണിംഗ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് ഫീഡ്ബാക്ക്, ലേണിംഗ് ത്രൂ അനാലിസിസ് ആൻഡ് കോൺസെപ്ഷ്യലൈസേഷൻ. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഓഫ് റോൾ പ്ലേ ആസ് എ ട്രെയിനിങ് മെത്തേഡ് ഫോർ ലേണിംഗ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫീച്ചേഴ്സിൽ വരുന്നത്. പിന്നെ റീസൺസ്, ഈ റീസൺസ് നമ്മൾ ആവർത്തിച്ച് പറയുന്ന പോയിന്റുകളായിട്ട് തന്നെ നോക്കും. ഞാൻ നോട്ട് തരാം, ആ നോട്ടിൽ നിന്നും നോട്ട് ചെയ്ത് പഠിക്കുക. ദെൻ അതേപോലെ തന്നെ ബെനിഫിറ്റ്സും, ഇതിൻ്റെ ബെനിഫിറ്റ്സും അതേപോലെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ബോത്ത് കൊഗ്നിറ്റീവ് ആൻഡ് അഫക്റ്റീവ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റും അവിടെ നടക്കുന്നു, അതേപോലെ തന്നെ ഇമോഷണൽ ഡെവലപ്മെൻറ്റും അവിടെ നടക്കുന്നു എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. മറ്റു കാര്യങ്ങളും അതിൽ ബെനിഫിറ്റ്സുകളായിട്ട് എടുത്ത് പറയുന്നുണ്ട്. കുറച്ച് പോയിൻറ്റ്സുകളുണ്ട്, അതും ഞാൻ നോട്ട് തരാം. സോ ഇത്രയുമാണ് റോൾ പ്ലേൻ്റെ അണ്ടറിൽ നമ്മൾ എടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് സിമുലേഷൻ എന്ന് പറയും, ഇമിറ്റേഷൻ, സിമുലേഷൻ.